പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങളുടെ കനകയുടെയും ഗോവിന്ദനെയും അടുത്ത് ചെന്നിട്ട് നന്ദുവിനെ കല്യാണം ആലോചിക്കുകയും അവർക്കത് സമ്മതമാണെന്ന് പറയുകയും ആ ഒരു സന്തോഷ വാർത്ത പങ്കിടാനായിട്ട് നന്ദുവിനെ അന്വേഷിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ്. പക്ഷേ അവിടെ ചെല്ലുന്ന സമയത്ത് നന്ദു അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെയുള്ള കോൺസ്റ്റബിളിനോട് ചോദിക്കുന്ന സമയത്ത് നന്ദു മാഡം ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ, ഇനി ഇങ്ങോട്ട് വരില്ല എന്നാണ് പറഞ്ഞത്. ആ പയ്യനെ ഇടയ്ക്ക് ഫോൺ ചെയ്തതായിട്ട് കണ്ടു. അപ്പോൾ പിന്നെ ആ പയ്യനൊത്ത് കറങ്ങാൻ പോയതായിരിക്കും, അവരെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് വെച്ച് കാണാറുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഏത് പയ്യൻ്റെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മേഡത്തെ കാണാൻ വരാറുണ്ടല്ലോ അനി എന്നുള്ള പയ്യൻ, അനന്തപുരിയിലെ അനി എന്നുള്ള ആ ഒരു ചെക്കൻ, അവർ തമ്മിൽ ഇഷ്ടത്തിലാണല്ലോ, അവർ വർഷങ്ങളായിട്ടുള്ള പ്രണയമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് നവീന്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്, അവർ സുഹൃത്തുക്കളല്ലേ എന്നൊക്കെ പറയുമ്പം കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, അത് ശരി, ഒരു സുഹൃത്തായിട്ട് പോലും ഇതേക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിവില്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പിന്നീട് അവരെങ്ങോട്ടാണ് പോയത് അറിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, എങ്ങോട്ടാണെന്ന് അറിയില്ല, അവർ സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു 2-3 സ്ഥലങ്ങളാണല്ലോ ഉള്ളത്, അത് പിന്നെ സാറിനും അറിയാവുന്നതല്ലേ, അവിടെ എങ്ങാനും കാണും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് ഇവർ പോകാറുള്ള സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചിട്ട് നവീൻ ഇറങ്ങുകയാണ്. അങ്ങനെ കഫേയിൽ വന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെയുള്ള ആളോട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവർ തമ്മിൽ പ്രണയത്തിലാണോ എന്നുള്ളത് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അറിയാമായിരുന്നല്ലോ, അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയതാണ്. കാരണം ഒരു തവണ ബീച്ചിൽ വെച്ച് അവരുടെ ബർത്ത്ഡേ പാർട്ടിക്കുള്ള കേക്കൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തത് ഞാനായിരുന്നു. എന്തായാലും പ്രത്യേകിച്ച് ആരും അറിയില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ എന്തായാലും വർഷങ്ങളായിട്ടുള്ള പ്രണയമാണ്, അത്രയ്ക്കും അവർ തമ്മിൽ അടുപ്പമുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആകെ നവീന് ഷോക്കായിരിക്കുകയാണ്. എന്നിട്ട് എല്ലാവരുടെയും ഭാഗം കേട്ടു, ഇനി ഇത് സത്യമാണെന്നുള്ളത് എനിക്കറിയണം, അത് നേരിൽ തന്നെ കണ്ട് മനസ്സിലാക്കണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് നവീൻ അവരെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ പിന്നീട് ബീച്ചിൽ വെച്ചിട്ട് അവരെ കാണുകയാണ്. ആ കാഴ്ച നവീന് ഒട്ടും വിശ്വസിക്കാനായിരുന്നില്ല. കാരണം നന്ദുവും അനിയും തമ്മിൽ കൈകോർത്ത് നടക്കുന്നതും തോളിൽ കൈയിട്ട് നടക്കുന്നതും ഒരു പ്രണയിക്കുന്നവരെ പോലെ തന്നെ അവർ നടക്കുന്ന ഒരു കാഴ്ച നമ്മുടെ നവീന് കണ്ടിട്ട് അങ്ങനെ ആ ഒരു സമയത്ത് നവീൻ ചിന്തിക്കുകയാണ്, ഇവളെന്നെ ചതിക്കുകയായിരുന്നല്ലേ, എൻ്റെ പ്രണയം ഞാൻ തുറന്ന് പറഞ്ഞ സമയത്തെങ്കിലും അവൾക്ക് എന്നോട് ഇക്കാര്യത്തെക്കുറിച്ച് തുറന്ന് പറയാമായിരുന്നു. പലതവണ അവളോട് ഞാൻ പ്രണയിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചോദിച്ച സമയത്ത് ആരെയും ഞാൻ പ്രണയിക്കുന്നില്ല, അങ്ങനെ ആർക്കും വഴങ്ങി കൊടുത്തിട്ടില്ല എന്നൊക്കെ കള്ളത്തരം പറയുകയായിരുന്നു, എന്നെ ചതിക്കുകയായിരുന്നു, ഇവളെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, ഏത് പോലീസ് ഓഫീസറായാലും എനിക്ക് കണക്കാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് അവർക്കിടയിലേക്ക് പോവുകയാണ്. അങ്ങനെ നന്ദു എന്ന ദേഷ്യത്തോടു കൂടി വിളിക്കുകയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ കാര്യം നിന്നോട് തുറന്ന് പറഞ്ഞ സമയത്ത് ഇങ്ങനെ ഇവനോടൊത്ത് നടക്കാൻ പാടുണ്ടോ, നിങ്ങളെന്താ ജസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ അല്ലല്ലോ നടക്കുന്നത്, ഇതെന്തേ കാണുന്നത്, ആളുകൾ കാണുമ്പോൾ എന്താ വിചാരിക്കുക എന്നൊക്കെ ചൂടായി ചോദിക്കുന്ന സമയത്ത് ആളുകൾ കണ്ടാൽ എന്ത് വിചാരിക്കാനാണ്, നവീനേട്ടന് അറിയാത്തൊരു സത്യം ഇനി നവീനേട്ടനോട് ഞാൻ പറയാം, ഞാനും അനിയും തമ്മിൽ പ്രണയത്തിലാണ്, അത് പിന്നെ പാടി പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ലല്ലോ, അത് നവീനേട്ടനും അറിയേണ്ട കാര്യമില്ലെന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാതിരുന്നത്. പക്ഷേ ഞങ്ങളുടെ വീട്ടുകാർക്കും ഒരുവിധം ആളുകൾക്കൊക്കെ ഞങ്ങൾ തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് അറിയാം, നവീനേട്ടന് മാത്രമാണ് അത് മനസ്സിലാവാത്തത്. എന്തായാലും നവീനേട്ടൻ നമ്മൾ തമ്മിലുള്ള ബന്ധം നടക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ നന്ദും തിരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവീന് കൂടുതൽ ദേഷ്യം വരികയാണ്. നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ, പലതവണ നിന്നോട് ഞാൻ ആവർത്തിച്ച് ചോദിച്ചതാണല്ലോ, എന്നിട്ട് കള്ളത്തരം പറയുകയായിരുന്നല്ലേ, ഒരു പോലീസ് ഓഫീസറായിട്ടുള്ള നീയാണല്ലോ കള്ളത്തരം പറഞ്ഞത്, ഏതായാലും മിടുക്കി തന്നെ, ഇതേതായാലും വലിയ ചതി തന്നെയായി പോയി, അതും എന്നോട് വേണ്ടായിരുന്നു, നിങ്ങളെ ഞാൻ അത്രയ്ക്കും സഹായിച്ച് കൂടെ നിന്നതല്ലേ, എന്നിട്ടാണല്ലോ എന്നോട് ഈ ചതി ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് നവീന് തിരിച്ച് ചൂടാവുകയും സങ്കടം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയുമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞായിരുന്നല്ലോ അവൾക്ക് വേറെ പ്രണയം ഉണ്ട്, അവൾക്ക് ഇഷ്ടമല്ല എന്നുള്ളത് നിന്നോട് ഞാൻ പലതവണ ഇതിന്ന് ഒഴിയാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നല്ലോ, പക്ഷെ നീ അതൊന്നും വിശ്വസിക്കാതെ എന്നോട് എന്തൊക്കെയോ ദേഷ്യമുള്ളത് പോലെയാണല്ലോ നീയും നടന്നത്, എന്തായാലും ഞങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള പ്രണയമാണ്, ഞങ്ങൾക്കത് പിരിയാനോ ഒന്നും കഴിയില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നവീൻ പറയുന്നുണ്ട്, നിങ്ങൾ ഏത് പ്രണയമാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പ്രണയം വീട്ടുകാർ അംഗീകരിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് എന്നോട് ഇതേം പറഞ്ഞ് വരണ്ട, എൻ്റെ ഇഷ്ടവും താല്പര്യം നന്ദുവിൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഏതായാലും ഇനി അവർ തീരുമാനിക്കുന്നത് പോലെ നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നവീൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ആകെ ഷോക്കേറ്റ പോലെ നിൽക്കുകയാണ് നന്ദു അനിയും. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അച്ഛനും അമ്മയും പറയുന്നത് അനുസരിച്ച് വഴങ്ങി കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ആ ഒരു ഭയത്തിലാണ് നന്ദു നിൽക്കുന്നത്.